ഒരു അടിപൊളി ഡിഷ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. 1/2 കിലോ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കുക്കറിലിട്ടിട്ട് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് 2-3 വിസിൽ അടുപ്പിച്ച് വേവിച്ചെടുത്തിട്ട് ഉണ്ടായിരുന്നു. എന്നിട്ട് ഇങ്ങനെ പിച്ചി ചീന്തിട്ട് വെച്ചിട്ടുണ്ട്. ചിക്കന് ഇങ്ങനെ ചെറിയൊരു കഷ്ണങ്ങളായിട്ട് പിച്ചി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് അതും കുക്കറിലിട്ട് വേവിച്ചിട്ട് ബോയിൽ ചെയ്തെടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കണം. പിന്നെ 2 ബ്രെഡാണ് നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ ആവശ്യമുള്ളത് ഒരു മീഡിയം സൈസ് സവാള ചെറുതാക്കി അരിഞ്ഞെടുക്കണം. ചെറുതായിട്ട് നന്നായിട്ട് അരിഞ്ഞെടുക്കാം. പിന്നെ ആവശ്യമുള്ളത് 2 ചുവന്ന മുളകാണ്. പിന്നെ 1.5 ടീസ്പൂൺ ചെറിയ ജീരകം, 2 ടീസ്പൂൺ മല്ലി. ഇതെല്ലാം ഒന്ന് ലൈറ്റായിട്ട് വറുത്തെടുക്കണം. എന്നിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. നന്നായിട്ട് പൊടിയാൻ പാടില്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. നന്നായിട്ട് പൗഡർ ആക്കാൻ പാടില്ല. പിന്നെ ആവശ്യമുള്ളത് 2-3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, പിന്നെ 2 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്. പിന്നെ ആവശ്യമുള്ളത് 1/2 കപ്പ് മല്ലിയിലയാണ്. 1/2 കപ്പ് മല്ലിയില. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ പൊരിക്കാൻ ആവശ്യമുള്ളത് 1 മുട്ടയാണ്. പിന്നെ ആവശ്യത്തിന് എണ്ണ. ഇത് ഷാലോ ഫ്രൈ ചെയ്യണ കട്ട്ലറ്റാണ്, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള എണ്ണ. അപ്പോൾ ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇവയെല്ലാം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അധികം വഴറ്റാൻ ആവശ്യമില്ല, ഒരു നല്ല മണം വരും ഇരുന്ന്, അതുവരെ ഇത് വഴറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഇതാ വെളുത്തുള്ളി ഇഞ്ചി വഴറ്റി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യണം. ചിക്കൻ വേവിച്ചത് കാരണം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം ഇതൊന്ന് വഴറ്റിയെടുക്കാൻ, അല്ലെങ്കിൽ ചിക്കൻ ഹാർഡായി പോവും. അധികം വഴറ്റാൻ ആവശ്യമില്ല, ഒരു 30-40 സെക്കൻഡ് വരെ വഴറ്റിയെടുത്താൽ മതി. ശേഷം ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ നേരത്തെ പറഞ്ഞ മല്ലിയും ജീരകവും ചുവന്ന മുളകാണത്. ഇത് ഒന്ന് ചെറുതായിട്ട് തരിതരിയായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ബ്രെഡ് മുക്കി കൊടുക്കാം. ബ്രെഡ് സോക്ക് ചെയ്തെടുക്കാം. ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ സ്ക്വീസ് ചെയ്ത് കളയാം ഇതുപോലെ. അപ്പോൾ അത് നേരത്തെ വഴറ്റിയെടുത്ത ചിക്കൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ ബ്രെഡ് നനച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ സവാള, മല്ലിയില, ഉപ്പ്, പിന്നെ ജീരകവും മല്ലിയും മുളകും പൊടിച്ച പൗഡറും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിന് കട്ട്ലറ്റിൻ്റെ ഷേപ്പ് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ കബാബിന് ഒരു ഷേപ്പ് കൊടുക്കാം. അതിനായിട്ട് കയ്യിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കാം, മിക്സ്ചറൊന്നും കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് കുറച്ച് മിക്സ്ചർ കയ്യിലെടുക്കാം. നിങ്ങൾക്ക് എത്ര വലിയ കബാബ് വേണ്ടത് അതിനനുസരിച്ചിട്ട് കയ്യിലെടുത്തിട്ട് ഒന്ന് ഇങ്ങനെ ഉരുട്ടി കൊടുക്കാം. എന്നിട്ട് കൈമ വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊരു കബാബിൻ്റെ നല്ലൊരു ഷേപ്പ് കൊടുക്കാം ഇതുപോലെ. അപ്പോൾ നമ്മളൊരു കബാബ് റെഡിയാണ്. ഇതുപോലെ ബാക്കിയുള്ളതും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ കബാബെല്ലാം ഷേപ്പ് കൊടുത്തിട്ട് റെഡിയാണ്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. ഇനി നമ്മളൊരു മുട്ട എടുത്തിട്ടുണ്ടാകും, അതൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചിടാം. എന്നിട്ട് ഇതിലേക്ക് 2 നുള്ള് മഞ്ഞൾപ്പൊടി, 2 നുള്ള് മുളക് പൊടി, 2 നുള്ള് ഉപ്പ് ഇത് ചേർത്ത് കൊടുക്കണം. അതിന് മുമ്പ് ഇതിലേക്ക് കുറച്ച് വെള്ളം ഇട്ടിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്യാൻ. നന്നായിട്ടിത് മുട്ടയിൽ മിക്സ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് ആദ്യം നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മുട്ട ബീറ്റ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഒരു പാനിലേക്ക് 1/2 കപ്പ് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ചൂടാക്കിയെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ കബാബെല്ലാം പൊരിച്ചെടുക്കാൻ. നന്നായിട്ട് മുട്ടയിൽ മുക്കിയിട്ട് നമുക്ക് കബാബ് എണ്ണയിലേക്ക് വെച്ച് കൊടുക്കാം. ഓരോന്നായിട്ട് നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. ഈ കട്ട്ലറ്റ് എല്ലാതും വേവിച്ച സാധനം ഇട്ടത് കൊണ്ട് കുറേ നേരം നമുക്കിത് ഫ്രൈ ചെയ്യേണ്ട, ഒരു 3-4 മിനിറ്റ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി 3-4 മിനിറ്റിന് ശേഷം നമുക്ക് കബാബ് ഓരോന്നായിട്ട് സൂക്ഷിച്ചിട്ട് മറിച്ചിടാം. മറിച്ചിട്ടതിന് ശേഷം നമുക്ക് മറ്റേ സൈഡും ഒരു 4 മിനിറ്റ് വരെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ 4 മിനിറ്റ് ഒരു സൈഡും 4 മിനിറ്റ് മറ്റേ സൈഡ്, 8 മിനിറ്റ് ടോട്ടൽ നമ്മൾ കബാബ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം പ്ലേറ്റിലേക്ക്. എന്നിട്ട് ബാക്കിയുള്ള കബാബെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് പൊരിച്ചെടുക്കാം.
അങ്ങനെ നമ്മൾ ചിക്കൻ റേഷ കബാബ് റെഡിയാണ്. നല്ല ടേസ്റ്റി ആയ ഒരു കബാബാണ്. എളുപ്പമാണ് ഉണ്ടാക്കാൻ, വളരെ ഈസിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് ഞങ്ങളെ അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു. ഇഫ്താറിനൊക്കെ പറ്റിയ ഡിഷാണ്. അപ്പോൾ റെസിപ്പി ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്ത് കൊടുക്കണം പുതിയ റെസിപ്പീസിൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.